ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിന് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ എൻവിറോൺമെന്റൽ സയൻസ് അഥവാ നമ്മുടെ EVS അല്ലെ, നമ്മുടെ പരിസര പഠനം എന്ന സബ്ജക്റ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. മക്കൾ എല്ലാവരും റെഡി ആണല്ലോ? നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോയാലോ മക്കളെ? ഓക്കെ, നോക്കിക്കേ, മിസ് മുന്നേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ഒരു സെക്ഷൻ മക്കൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അവിടെ കൂട്ടുകാർ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്കൂളിന്റെ പേര്, നിങ്ങളുടെ ക്ലാസ് ഡിവിഷൻ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? പിന്നെ നമ്മുടെ EVSന്റെ അഥവാ നമ്മുടെ പരിസര പഠനം എന്ന സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇംഗ്ലീഷിലും മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലുമാണ് ചോദ്യപേപ്പർ ഉണ്ടായിരിക്കാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയംകാരുടെയും മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാരുടെയും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആദ്യത്തെ ആക്ടിവിറ്റിയിലൂടെ നമുക്ക് പോവാം. നോക്കിക്കേ മക്കളെ, പ്രവർത്തനം 1 നോക്കിക്കേ. ആക്ടിവിറ്റി 1 2 പാർട്ട് ഉണ്ട് കേട്ടോ. ഒന്ന് എയും ഒന്ന് ബിയും ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ ചെയ്യേണ്ടത്. നമുക്കിപ്പോ എന്ത് ചെയ്യാം? 2 ക്വസ്റ്റ്യനും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. പ്രവർത്തനം 1 നോക്കിക്കേ മക്കളെ, അനുകൂലനം എന്നതാണ്. ആക്ടിവിറ്റി 1 അഡാപ്റ്റേഷൻ. ഓക്കെ മക്കളെ, റെഡി അല്ലേ? മിസ് ആദ്യം ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പറയാം, അതിനുശേഷം മലയാളത്തിലോട്ട് നമുക്ക് വരാം കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, ദ ഫോളോയിങ് ആർ ദി അഡാപ്റ്റേഷൻ. കൂട്ടുകാർക്കായിട്ടൊരു ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 610 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യാം മക്കളെ, ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കണ്ട മക്കളെ, വെറും 610 രൂപയ്ക്കാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിന് പുറമെ ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും സംസാരിക്കാനൊക്കെ മക്കൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഇതാ 10 ദിവസത്തെ ഒരു വെക്കേഷൻ ക്ലാസ് കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മക്കൾക്ക് വെറും 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം. ഫൗണ്ട് ഇൻ സം ഓർഗാനിസംസ്, ഫൈൻഡ് ദി ഓർഗാനിസംസ്. എന്താ മക്കളെ ചോദ്യം വന്നിട്ടുള്ളത്? ചില ജീവികളിൽ കാണുന്ന അഡാപ്റ്റേഷൻസ് അഥവാ അനുകൂലനങ്ങളാണ് ഇവിടെ ചൂടെ തന്നിട്ടുള്ളത്. ആ അഡാപ്റ്റേഷൻസ് അഥവാ അനുകൂലനങ്ങൾ വായിച്ചിട്ട് ഏതാണ് ആ ഓർഗാനിസം അഥവാ ഏതാണ് ആ ജീവി എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് എഴുതാനാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ മക്കളെ? ഒന്നുമില്ല, ചില ജീവികളുടെ അനുകൂലനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ അനുകൂലനങ്ങളും വായിച്ചു നോക്കിയിട്ട് ഏതാണ് ആ ജീവി എന്നത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, മനസ്സിലായോ മക്കളെ? നമുക്ക് കുറച്ച് ഓർഗാനിസത്തിന്റെ അഡാപ്റ്റേഷൻസ് തന്നിട്ടുണ്ട്. അഡാപ്റ്റേഷൻസ് ഓരോന്ന് വായിച്ച് ഏതാണ് ഓർഗാനിസം എന്നത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം അല്ലെ. ഫസ്റ്റ് വൺ ഇതാണ് മക്കളെ, ആൻ ഓർഗാനിസംസ് ദാറ്റ് സ്റ്റോർ ഫാറ്റ് ഓൺ ഇറ്റ്സ് ഹംപ്. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? An organism that stores fat on its hump. മലയാളം മീഡിയത്തിലോട്ട് വരുമ്പോൾ നോക്കിക്കേ മക്കളെ, നമ്മുടെ മുതുകില് കൊഴുപ്പ് സംഭരിക്കുന്ന ജീവി ഏതാണ് മക്കളെ? ഏത് ജീവിക്കാ മക്കളെ അത്തരത്തിലുള്ള ഒരു അഡാപ്റ്റേഷൻ അനുകൂലം നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഏതിനായിരുന്നു മക്കളെ? യെസ്, നമ്മുടെ ക്യാമലിനാണ് അല്ലെ, ഒട്ടകത്തിനാണ് അത്തരത്തിലൊരു അഡാപ്റ്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? വെരി വെരി ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്. ഇതുപോലുള്ള ഓർഗാനിസംസും അവരുടെ അഡാപ്റ്റേഷൻസ് അഥവാ അനുകൂലനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് വണ്ണിലോട്ട് നമുക്ക് പോവാം മക്കളെ. An organisms from the polar region that stores fat under its skin. വെരി വെരി ഇമ്പോർട്ടന്റ്, നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് പഠിച്ചിട്ടുള്ളതാണ്. എന്താ മക്കളെ? ത്വക്കിനടിയിലെ കൊഴുപ്പ് ഉപയോഗിക്കുന്ന ധ്രുവപ്രദേശത്തെ ജീവി ഏതാ മക്കളെ? പോളാർ റീജിയൻ. ധ്രുവപ്രദേശം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മൈൻഡില് ആളെ വരണം. ആരാണ് മക്കളെ? ആരാണ്? യെസ്, നമ്മുടെ പെൻഗ്വിൻ ആണ് അല്ലെ. പെൻഗ്വിൻ ആണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, ദ ഓർഗാനിസംസ് ദാറ്റ് ബ്രീത്ത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഗിൽസ്. എന്താണ് മക്കളെ? ചെകിളപ്പൂക്കളുടെ സഹായത്തോടു കൂടിയിട്ട് ശ്വസിക്കുന്ന ജീവി ആരാണ് മക്കളെ? വേഗം ആൻസർ പറഞ്ഞ ആരാണ്? യെസ്, ഫിഷ് ആണ് അല്ലെ. ആരാണ്? മത്സ്യമാണ്, മീനാണ് ആൻസർ വരുന്നത്.
ക്ലിയർ അല്ലേ മക്കളെ? ദെൻ ആ സെക്ഷനിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ആൻ ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ മൂവ് ഈസിലി ഇൻ വാട്ടർ ആസ് ഇറ്റ്സ് ഫിംഗേഴ്സ് ഇൻ കണക്റ്റഡ് വിത്ത് സ്കിൻ. ആരാണ് മക്കളെ? ആരാണ്? വേഗം പറഞ്ഞേ. വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിപ്പിക്കുന്നത് മൂലം വെള്ളത്തിലൂടെ സുഖമായി സഞ്ചരിക്കാൻ കഴിയുന്ന ജീവി. വേഗം പറഞ്ഞേ മക്കളെ. മറ്റാരുമല്ല, ഡക്കാണ്, താറാവാണ് അല്ലെ. വെബ്ഡ് ഫീറ്റ് മറ്റൊരു ടേം ആണ് അല്ലെ. അതായത് ചർമ്മബന്ധിതമായിട്ടുള്ള കാലുകൾ അല്ലെങ്കിൽ തുഴ പോലുള്ള കാലുകൾ എന്നൊക്കെ നമ്മൾ ആ താറാവിന്റെ കാലുകളെ കുറിച്ച് നമ്മൾ അതിന്റെ അഡാപ്റ്റേഷൻ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? ഇത്തരത്തിലൊരു ചോദ്യം വരികയാണെങ്കിൽ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് മക്കളെ എല്ലാവരും ഓക്കെ ആണല്ലോ? ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ മക്കളെ, ക്വസ്റ്റ്യൻ ഇതാണ്, കംപ്ലീറ്റ് ദി ടേബിൾ ഗിവൺ ബിലോ. അതായത് മക്കളെ താഴെ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ചുവടെ കൊടുത്തിട്ടുള്ള പട്ടിക പൂർത്തിയാക്കൂ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് കോളത്തിൽ എന്താ മക്കളെ? എലമെന്റ്സിലെ ഘടകങ്ങൾ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? വാട്ടർ ഉണ്ട്, സോയിൽ ഉണ്ട് അല്ലെ, ജലവും മണ്ണും ഉണ്ട്. പിന്നെയോ മക്കളെ ഇന്റർഡിപെൻഡൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്, അതായത് പരസ്പരാശ്രയത്വം. എന്തൊക്കെയാ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ദ എലമെന്റ്സ് ദാറ്റ് ഹെൽപ്പ് ആൻഡ് ഓർഗാനിസംസ് ടു ലിവ്, ബാത്ത് ആൻഡ് ഡ്രിങ്ക്. എന്താ മക്കളെ പറഞ്ഞത്? എന്താണ് വാട്ടറിന്റെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ദ എലമെന്റ്സ് ദാറ്റ് ഹെൽപ്പ് ആൻഡ് ഓർഗാനിസംസ് ടു ലിവ്, ബാത്ത് ആൻഡ് ഡ്രിങ്ക്. അതായത് ജീവികൾക്ക് വസിക്കാനും കുളിക്കാനും കുടിക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഘടകമാണ് ഇത് ജലം എന്ന് പറയുന്നത്. ദെൻ അടുത്തതൊന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ദ എലമെന്റ്സ് നീഡ്സ് ഓൾ ഓർഗാനിസംസ് ടു ബ്രീത്ത്. എന്താ മക്കളെ? എല്ലാ ജീവികൾക്കും ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള, ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകം അത് ഏതാ എന്നുള്ളത് മക്കൾ ഇവിടെ എഴുതണം. അതുപോലെ തന്നെ ഇതേ കണക്ക് സോയിലിന്റെ ഒരു പരസ്പരാശ്രയത്വം മക്കള് അവിടെ കംപ്ലീറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ മനസ്സിലായോ മക്കളെ? നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള സെക്ഷൻ ആണ് അല്ലെ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ആൻസറിലോട്ട് പോവാം. വാട്ടറിന്റെ നമ്മൾ പറഞ്ഞില്ല എന്താണ്? എസെൻഷ്യൽ എലമെന്റ് ഫോർ ലിവിങ് ഓർഗാനിസം ടു ലിവ്, ബാത്ത്. ഓക്കെ, ബാത്ത് ആൻഡ് ഡ്രിങ്ക് അല്ലെ. അതായത് മക്കളെ ജീവികൾക്ക് വസിക്കാനും കുളിക്കാനും കുടിക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഘടകമാണ് ഏതെന്ന് പറയുന്നത്? ജലം അഥവാ വാട്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഏത് പറഞ്ഞു മക്കളെ? നമ്മൾ അതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ, എസെൻഷ്യൽ എലമെന്റ്സ് ഫോർ ഓൾ ലിവിങ് ഓർഗാനിസംസ് ടു ബ്രീത്ത്. എല്ലാ ജീവികൾക്കും ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകം ഏതായിരിക്കും മക്കളെ? യെസ്, എയർ ആണ്, വായുവാണ്. അപ്പൊ മക്കൾ അവിടെ എന്ത് എഴുതണം മക്കളെ? എയർ അല്ലെങ്കിൽ വായു എന്ന് വേണം ഇവിടെ എഴുതാനായിട്ട്. നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കളെ, എന്താണ്? സോയിൽ ആണല്ലേ. സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മണ്ണാണ്. നോക്കിക്കേ, എസെൻഷ്യൽ എലമെന്റ്സ് ഫോർ ദി ഹാബിറ്റാറ്റ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദി സർവൈവൽ ഓഫ് പ്ലാന്റ്സ്. എന്താ മക്കളെ പറഞ്ഞത്? ജീവികളുടെ ഹാബിറ്റാറ്റിന് അല്ലെ, അതായത് വാസത്തിനും അതുപോലെ സസ്യങ്ങളുടെ നിലനിൽപ്പിനും ആവശ്യമായിട്ടുള്ള ഘടകമാണ് ഏത്? സോയിൽ അഥവാ മണ്ണ് എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സെക്ഷനും കൃത്യമായിട്ട് പഠിച്ചിരുന്ന മക്കളെ ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ മക്കളെ, which of the following are the favorable factors that help plants grow in desert? എന്താ മക്കളെ ക്വസ്റ്റ്യൻ? ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മരുഭൂമിയാണല്ലേ. അതായത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ സസ്യങ്ങൾ മരുഭൂമിയിൽ വളരുന്നതിന് സഹായിക്കുന്ന അനുകൂല ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫേവറബിൾ ഫാക്ടേഴ്സ് എന്തിനു വേണ്ടിയിട്ടുള്ളത്? എവിടെ ഗ്രോ ചെയ്യാനായിട്ടുള്ളത്? ഗ്രോ ഇൻ ഡെസേർട്ട്, മരുഭൂമിയിൽ ഗ്രോ ചെയ്യാനായിട്ടുള്ള എന്തൊക്കെ ഫേവറബിൾ ആണ്, ഫേവറബിൾ ഫാക്ടേഴ്സ് ആണുള്ളത് എന്നാണ് ചോദിച്ചത്. നമുക്ക് 1 by 1 ആയിട്ട് വായിക്കാം. എന്താ മക്കളെ? തിൻ സ്റ്റം, ഡീപ് റൂട്ട്, ലാർജ് ലീവ്സ്, വാക്സി കോട്ടിംഗ് ഓൺ ദി സ്റ്റെംസ്. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ നമ്മുടെ ഓപ്ഷൻ ആയിട്ട് പറയുന്നത് 1 and 2 ആണ് പറയുന്നത് കേട്ടോ. അതായത് 1ഉം 2 അല്ലെ, തിൻ സ്റ്റെമ്മും ഡീപ്പ് റൂട്ടും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെയോ 2 and 4, അതായത് ഡീപ്പ് റൂട്ടും വാക്സി കോട്ടിംഗ് ഓൺ സ്റ്റെമ്മും പറയുന്നുണ്ട്. അതുപോലെ 4 and 1 അല്ലെ, വാക്സി കോട്ടിംഗ് ഓൺ സ്റ്റെംസും തിൻ സ്റ്റെമ്മും ആണ് പറഞ്ഞിട്ടുള്ളത്. മലയാളത്തിലോട്ട് വന്നേ മക്കളെ, നേർത്ത തണ്ടാണ് കേട്ടോ. എന്താണ്? നേർത്ത തണ്ട്, ആഴത്തിലുള്ള വേരുകള്, വലിയ ഇലകള്, തണ്ടിലെ മെഴുകു പോലുള്ള ആവരണം. ഏതാണ് മക്കളെ വരുന്നത്? ഏതാണ്? യെസ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതായത് 2ഉം 4ഉം ആണല്ലോ. ആഴത്തിലുള്ള ഡീപ്പ് റൂട്ട്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താണ്? ഒരു വാക്സി കോട്ടിംഗ്. ഇത് രണ്ടുമാണ് ഡെസേർട്ട് പ്ലാന്റ്സ് അല്ലെ, മരുഭൂമിയിൽ ഉണ്ടാവുന്ന സസ്യങ്ങളുടെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ദെൻ അടുത്തൊരു സെക്ഷനിലോട്ട് നമുക്ക് പോവാം. പ്രവർത്തനം 1B ആണ് കേട്ടോ. മിസ് പറഞ്ഞു 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് മക്കൾ അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. നോക്കിക്കേ മക്കളെ, ആക്ടിവിറ്റി 1B ഹാബിറ്റാറ്റ്സ് ആണ്, വാസസ്ഥലങ്ങളാണ്. ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ,
Examine the pictures given below and write down where they live. നമുക്ക് അവിടെ കുറെ പിക്ചേഴ്സ് തന്നു, അത് നന്നായിട്ട് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്ന ജീവികളുടെ ചിത്രം പരിശോധിച്ച് എവിടെ വസിക്കുന്നു എന്ന് രേഖപ്പെടുത്തു. വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എല്ലാ കൂട്ടുകാർക്കും ഒരേപോലെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് മക്കളെ. മറ്റൊന്നുമില്ല, ജീവികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അവ എവിടെയാണ് ലിവ് ചെയ്യുക എന്നുള്ളത്. ഒരു എക്സാമ്പിൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? നമ്മുടെ ടോട്ടോയിസ് ലാമയെ തന്നിട്ടുണ്ട്. എവിടെയാണ്? കരയിലും വെള്ളത്തിലും, അല്ലെ? ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. ബാക്കിയൊക്കെ മക്കളോട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നത്. മിസ് അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കറിയാം അല്ലെ, ആമയെ നമുക്ക് എവിടെ കാണാം? ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടറിൽ, അതായത് കരയിലും വെള്ളത്തിലും ആരെ കാണാൻ നമുക്ക് പറ്റും? ആമയെ കാണാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഏതാണ് മക്കളെ? ചെമ്മീനാണല്ലോ. അതിന് നമുക്ക് എവിടെയാ മക്കളെ കാണാനായിട്ട് പറ്റുക? ഇൻ വാട്ടർ, അല്ലെ? വെള്ളത്തിലാണ് നമുക്ക് അവയെ കാണാനായിട്ട് സാധിക്കുക, അല്ലെ? ദെൻ നമ്മുടെ ക്യാമൽ, ഒട്ടകത്തെ എവിടെയാ കാണാനായിട്ട് സാധിക്കുക? ഓൺ ലാൻഡ് ആണ്, കരയിലാണ് അവയെ കാണാനായിട്ട് സാധിക്കുക. ദെൻ ഫ്രോഗ് എവിടെയാ മക്കളെ? തവള എവിടെയാ? ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ, കരയിലോ വെള്ളത്തിലും കാണാനായിട്ട് സാധിക്കും. ദെൻ ലാസ്റ്റ് വൺ ഏതാ മക്കളെ? ഫിഷ് ആണ്, മീനാണ്. എവിടെ നമുക്ക് കാണാം? ഇൻ വാട്ടർ, വെള്ളത്തിലാണ്. സിമ്പിൾ അല്ലേ മക്കളെ? ഈ ജീവികളെയൊക്കെ കണ്ടാൽ അവ കരയിലാണോ വെള്ളത്തിലാണോ, അല്ലെങ്കിൽ കരയിലും വെള്ളത്തിലൊക്കെ ജീവിക്കുമോ എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. Write down any one features of water lily and a frog. Very very important section. അതായത് മക്കളെ, ആമ്പലിന്റെയും തവളയുടെയും ഓരോരോ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, നമുക്ക് എന്തൊക്കെ എഴുതാം? വാട്ടർ ലില്ലിയുടെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ എഴുതാം മക്കളെ? ബ്രോഡ് ലീവ്സ് ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ. ഫസ്റ്റ് തന്നെ നമുക്ക് അതിന്റെ പ്രത്യേകതയായിട്ട് പറയാൻ പറ്റൂല. അതായത് വെള്ളത്തില് പൊങ്ങിക്കിടക്കുന്ന, അല്ലെ, ഇങ്ങനെ ഫ്ലോട്ടായി നിൽക്കുന്ന വലിയ ഇലകൾ ആർക്കുണ്ട്? വാട്ടർ ലില്ലിക്കുണ്ട്. അതുപോലെ ലാർജ് ലീവ്സ്, നമ്മൾ പറഞ്ഞൂലേ, വലിയ ഇലകളാണ്. പിന്നെ എങ്ങനെയുള്ള സ്റ്റെമ്മാ മക്കളെ? യെസ്, ലോങ് സ്റ്റെം ആണ്, നീളമുള്ള തണ്ടുകളാണ്. അതുപോലെ തന്നെ വാക്സി കോട്ടിംഗ് ഓൺ ലീവ്സ്, അതായത് ഇലകളിൽ മറ്റൊക്കെ എന്താണ് മക്കളെ? മെഴുകു പോലുള്ള ഒരു വാക്സി കോട്ടിംഗ്, ഒരു ആവരണം ആർക്കുണ്ട്? വാട്ടർ ലില്ലിക്കുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അതില് ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി മക്കളെ, ഫ്രോഗിലോട്ട് വരുമ്പോ എന്താണ്? എബിലിറ്റി ടു ബ്രീത്ത് അണ്ടർ വാട്ടർ. അതായത് മക്കളെ, വെള്ളത്തിനുള്ളിൽ ശ്വസിക്കാൻ ആർക്ക് കഴിയും മക്കളെ? ഫ്രോഗിന് കഴിയും. അതുപോലെ തന്നെ മോയിസ്റ്റ് സ്കിന്നാണ്, അതായത് ഇത് ഈർപ്പമുള്ള രീതിയിലുള്ള, അതായത് എപ്പോഴും ഒരു നനവുള്ളത് പോലുള്ള ഒരു സ്കിന്നാണ് ആർക്കുള്ളത്? ഫ്രോഗിനുള്ളത്, അല്ലെ? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? അതിന്റെ പ്രത്യേകതകളായിട്ട് എഴുതേണ്ടത്. ക്ലിയർ അല്ല മക്കളെ? ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിച്ച് ആനിമൽ ലിവ്സ് ഓൺ പോളാർ റീജിയൻസ്. ധ്രുവപ്രദേശങ്ങളിൽ വസിക്കുന്ന ജീവി ഏത്? ഡോൾഫിൻ, പെൻഗ്വിൻ, ഒട്ടകം, ആമ, അല്ലെ? ഡോൾഫിൻ, പെൻഗ്വിൻ, ക്യാമൽ, ടോട്ടോയിസ്. ആരാണ് മക്കളെ? ധ്രുവപ്രദേശങ്ങളിൽ എന്ന് പറയുമ്പോൾ, പോളാർ റീജിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ആരാണ്? യെസ്, പെൻഗ്വിൻ ആണ് കറക്റ്റ് ആൻസർ. ആരാണ് മക്കളെ? പെൻഗ്വിൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 2 പോയാലോ മക്കളെ? പ്രവർത്തനം 2, ആക്ടിവിറ്റി 2, ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യ ദിനം. ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. Friends in 4th standard were busy preparing questions for a quiz competition to be held on the Independence Day. Help them to find the answers for the questions. എന്താണ് മക്കളെ പറഞ്ഞത്? നിങ്ങളെ പോലെയുള്ള 4ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക മക്കളെ? സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ക്വിസ് മത്സരത്തിലേക്കുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുകയാണ്. ആര്? നിങ്ങളെ പോലെയുള്ള 4ാം ക്ലാസ്സിലെ കുട്ടികൾ. ഓക്കെ, അപ്പൊ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തി അവരെ സഹായിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. നെയിം ആണ് കേട്ടോ. നെയിം ദി ഫോറിനേഴ്സ് ഹു റൂൾഡ് അവർ കൺട്രി ബിഫോർ ഇൻഡിപെൻഡൻസ്. എന്താ മക്കളെ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. നെയിം ദി ഫോറിനേഴ്സ് ഹു റൂൾഡ് അവർ കൺട്രി ബിഫോർ ഇൻഡിപെൻഡൻസ്. അതായത് മക്കളെ, മറ്റൊന്നുമല്ല, സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ, ഫോറിനേഴ്സ് ആരായിരുന്നു? വേഗം പറഞ്ഞ മക്കളെ, ആരാണ്? നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? മറ്റു ആരല്ല, ബ്രിട്ടീഷുകാരാണ്, അല്ലെ? ബ്രിട്ടീഷ്. ഓക്കെ അല്ല മക്കളെ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. Name the beach where Gandhiji and his friends marches from Sabarmati Ashram to during the Salt Satyagraha. അതായത് സാൾട്ട് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സും കൂടി സബർമതി ആശ്രമത്തിൽ നിന്ന് എവിടെ വരെയൊക്കെയാണ്, ഏത് ബീച്ചിലേക്കാണ് അവര് പോയിട്ടുണ്ടായിരുന്നത്? ഏത് ബീച്ചിലേക്കാണ് മക്കളെ? ഏത് കടപ്പുറത്തേക്കായിരുന്നു? യെസ്, ദണ്ഡി ബീച്ച് ആണ്, അല്ലെ?
ദണ്ഡി കടപ്പുറത്തേക്കായിരുന്നു അവർ നടന്നിട്ട് സാൾട്ട് സത്യാഗ്രഹ നടത്തിയിട്ടുണ്ടായിരുന്നത്. ക്ലിയർ അല്ല മക്കളെ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിസ്സിന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്ത് അത്രയും സിമ്പിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ള കാര്യം. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. The winners of the quiz competition were given the book Freedom Fighters of Kerala as gift. A page from the book is given below. Complete it. എന്താ മക്കളെ ക്വസ്റ്റ്യന്? ക്വിസ് മത്സരത്തില് വിജയികളായവർക്ക് സമ്മാനമായിട്ട് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ എന്ന പുസ്തകമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അതിലൊരു പേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ വിട്ടുപോയിട്ടുള്ള ഭാഗം പൂർത്തീകരിക്കാനാണ്. അപ്പൊ അദ്ദേഹത്തിന് ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നെയിം എഴുതണം. ദ സ്ട്രഗിൾ ഹി ലെഡ്, അദ്ദേഹം നയിച്ചിട്ടുള്ള സമരങ്ങൾ എഴുതണം. ദ പ്ലേസ് വേർ ദി സ്ട്രഗിൾ ടുക്ക് പ്ലേസ്, ആ സമരം നടന്നിട്ടുള്ള സ്ഥലം ഏത്. ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 610 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യാം മക്കളെ, ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കണ്ട മക്കളെ, വെറും 610 രൂപയ്ക്കാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിന് പുറമെ ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും സംസാരിക്കാനൊക്കെ മക്കൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ 10 ദിവസത്തെ ഒരു വെക്കേഷൻ ക്ലാസ് കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മക്കൾക്ക് വെറും 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം മക്കളെ. അപ്പൊ ആരെയും നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്? യെസ്, കേളപ്പനാണല്ലേ. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു മൂവ്മെന്റ് ആണ് ഇത്, സാൾട്ട് സത്യാഗ്രഹ എന്ന് പറയുന്നത്. എവിടെയാണ് സാൾട്ട് സത്യാഗ്രഹം? നമ്മുടെ കേരളത്തില് സാൾട്ട് സത്യാഗ്രഹ അല്ലെ. ലൊക്കേഷൻ എവിടെയാ മക്കളെ? പയ്യന്നൂർ, കണ്ണൂർ ആണ് അല്ലെ. എവിടെയാണ്? പയ്യന്നൂർ, കണ്ണൂർ ജില്ലയിലാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ കാര്യമാണ് അല്ലെ. അതിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ അല്ല മക്കളെ? എങ്കിൽ നമ്മുടെ മൂന്നാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോയാലോ? ഏതാണ്? ആവാസ വ്യവസ്ഥ. ആക്ടിവിറ്റി 3 എക്കോസിസ്റ്റം. നോക്കിക്കേ മക്കളെ, നമുക്ക് അവിടെ ഒരു എക്കോസിസ്റ്റത്തിന്റെ പിക്ചർ ഒക്കെ തന്നിട്ടുണ്ട്. ദ പിക്ചർ ഓഫ് എ പോണ്ട് ഇൻ Biodiversity Park of GLPS school is given below. Which are the plants and animals connected with the pond as an ecosystem? എന്തിന്റെ ചിത്രം മക്കളെ തന്നിട്ടുള്ളത്? ഒരു പോണ്ടിന്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലെ. GLP സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുള്ള കുളത്തിന്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. കുളം എന്ന ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ജന്തുക്കളെയും സസ്യങ്ങളെയും ഏതെല്ലാം ആയിരിക്കുമെന്ന് എഴുതാൻ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ആ ചിത്രം നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. ഒരുപാട് ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ചിത്രങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അവരൊന്ന് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി കേട്ടോ. ഏതൊക്കെ ആനിമൽസ് ആണ് മക്കളെ? ഫിഷ് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, ക്രാബ് ഉണ്ട്, ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്, സ്നെയിൽ ഉണ്ട് അല്ലെ. ഓക്കെ, മീന്, തവള, ഞണ്ട്, തുമ്പി അല്ലെ, ഒച്ച എന്നൊക്കെ നമ്മൾ പറയില്ല, സ്നെയിൽ കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ എന്തുണ്ട്? അവിടെയുള്ള ജീവികളാണ്. ഇനി പ്ലാന്റ്സ് ഏതൊക്കെയാ മക്കൾ നോക്കിക്കേ? വാട്ടർ ലില്ലി, ലോട്ടസ്, വാട്ടർ ഹയാസിന്ത്, മോസ് ഒക്കെയാണ് അല്ലെ. അതായത് മക്കളെ ആമ്പലും താമരയും പായലും കുളവായും ഒക്കെ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പോണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചോ മക്കളെ, പഠിച്ചു വെച്ചോ. എഴുതാൻ പ്രയാസമുള്ള കൂട്ടുകാരൊക്കെ എഴുതി തന്നെ പഠിക്കാട്ടോ. അപ്പൊ എക്കോസിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളൊക്കെയാണ് ഇവരെന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. റൈറ്റ് ഡൗൺ എനി 4 എക്കോസിസ്റ്റം ദാറ്റ് യു നോ. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 4 എക്കോസിസ്റ്റത്തിന്റെ അഥവാ ആവാസ വ്യവസ്ഥയുടെ പേര് എഴുതാനാ മക്കളെ പറഞ്ഞിട്ടുള്ളത്. വേഗം 1 by 1 ആയിട്ട് പറഞ്ഞോ. വേഗം പറഞ്ഞ ഏതൊക്കെയാ? യെസ്, ഫോറസ്റ്റ് ഉണ്ട് അല്ലെ, കാട്, അതുപോലെ പോണ്ട്, കുളം അല്ലെ, ഡെസേർട്ട്, മരുഭൂമി, അതുപോലെ ഓഷ്യൻ അല്ലെ, നമ്മൾ കടല് എന്നൊക്കെ പറയും. ഇതൊക്കെ എന്താണ് മക്കളെ? എക്കോസിസ്റ്റംസ് ആണ്. ക്ലിയർ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? ഇനി നോക്കിക്കേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. റൈറ്റ് ദി നെയിം ഓഫ് എ നോൺ ലിവിംഗ് തിങ് ദാറ്റ് യു ക്യാൻ സീ ഇൻ എ പോണ്ട്. അതായത് മക്കളെ, കുളത്തിൽ കാണപ്പെടുന്ന ജീവനില്ലാത്ത ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ പേര് എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് എന്ത് പറയാം മക്കളെ? വാട്ടർ. എന്താണ്? വാട്ടർ പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സോയിൽ പറയാം. ഇതിനൊന്നും എന്തില്ല മക്കളെ? ജീവനില്ല, നോൺ ലിവിംഗ് തിങ് ആണ്. ഈ വാട്ടർ എന്ന് പറഞ്ഞാലും സോയിൽ എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ്?
നോൺ ലിവിങ് തിങ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സൺലൈറ്റ് എന്താണ്? നോൺ ലിവിങ് തിങ് ആണ് അല്ലേ? അപ്പൊ അതൊന്ന് ജസ്റ്റ് മക്കൾ ഓർത്തിരിക്കുക. ക്ലിയർ അല്ല മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ EVSുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. നമുക്ക് EVS എന്ന് പറയുന്ന സബ്ജക്ട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കണ്ടന്റ് തന്നെ പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതിന്റെ പാർട്ട് 2 വീഡിയോ നമ്മുടെ ആപ്പിൽ മിസ് വായിക്കാതെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.